തിരുവനന്തപുരത്ത് 4 വയസ്സുകാരിയുടെ സ്വകാര്യ ഭാഗത്ത് അധ്യാപിക മുറിവേൽപ്പിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട വാർത്ത 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ബാലാവകാശ കമ്മീഷന്റെ നടപടി. 24-ന്റെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ കമ്മീഷൻ അതിനകത്ത് സ്വമേധയാ കേസെടുക്കുകയുണ്ടായി. ഞാൻ കുട്ടിയുടെ രക്ഷിതാവിനെ നേരിട്ട് വിളിക്കുകയും അതുപോലെ തന്നെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് വളരെ കാര്യക്ഷമതയോടെ ഇടപെടാമെന്നുകൂടെ കമ്മീഷൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാറാണ് സംസാരിച്ചത്. AV ജയശങ്കർ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ടെലിഫോണിൽ ചേരുന്നു. ജയശങ്കർ, യഥാർത്ഥത്തിൽ അവസരത്തിനൊത്ത് ബാലാവകാശ കമ്മീഷൻ ഉയർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ ഇമ്പാക്ട് എന്താണ് ഈ വാർത്തയുടെ? നമ്മൾ ഈ വാർത്ത കൊടുത്ത മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ബാലാവകാശ കമ്മീഷൻ ഇങ്ങോട്ട് ബന്ധപ്പെടുകയായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ കേസെടുത്ത കാര്യം ബാലാവകാശ കമ്മീഷൻ നമ്മളോട് തന്നെ പറയുകയുണ്ടായി. ഒപ്പം തന്നെ വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ഫോർട്ട് പോലീസിന് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 വാർത്ത തന്നെയാണ് ഈ വിഷയത്തിൽ ഒരു ഗൗരവകരമായ നടപടിയിലേക്ക് ബാലാവകാശ കമ്മീഷൻ നയിച്ചത്. എന്തായാലും പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീട്ടുകാരുടെ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും വിഷയത്തിൽ കേസെടുക്കുമെന്നൊരു കാര്യം അറിയിച്ചിട്ടുണ്ട്. വലിയൊരു ക്രൂരതയാണ് 4 വയസ്സുകാരിയോട് തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ സ്കൂൾ നടത്തിയത്. അതിനുശേഷം ഈ സംഭവം പുറത്തായിട്ടും മാനേജ്മെന്റ് ഇത് മൂടിവെക്കുകയും കുട്ടിയോട് ഉൾപ്പെടെ ഇത് വീട്ടിൽ പറയരുതെന്ന് പറയുകയും ഈ വിഷയം അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നു എന്നത് ആശ്വാസകരമാണ്. SKN. താങ്ക് യു. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ബാലാവകാശ കമ്മീഷൻ നടപടി ഉണ്ടായി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.